തിരുവനന്തപുരം ജില്ലയിലെ വട്ടിയൂർക്കാവ് മണ്ണാറക്കോണം എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന വട്ടിയൂർക്കാവ് ശ്രീ സത്യസായി ക്ഷേത്രത്തിൽ ഭഗവാൻ ശ്രീ സത്യസായി ബാബയുടെ ജന്മശതാബ്ദി മഹോത്സവം 2025 നവംബർ 16 മുതൽ 23 വരെ നടന്നു. അതിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. കവീനാമുപശ്രവസ്തമം ജ്യേഷ്ഠരാജം ബ്രഹ്മണോദനം പ്രണോ ദേവി സരസ്വതി വാജീഭർവാജിനീപതി ധീനാമവിത്രയവതു ശ്രീഗുരുഭ്യോ നമഃ ഹരിഃ ഓം. അതുപോലെ ഇവിടെ എത്തിച്ചേർന്ന ഓരോ വ്യക്തികളും സ്വാമിയുടെ അനുഗ്രഹമില്ലാതെ ഇവിടെ എത്തിച്ചേരില്ല. അത് 100% ഉറപ്പാണ്. നമ്മളെക്കാട്ടിലും കാരണം ജനത്തിന്റെ മനസ്സറിഞ്ഞ് അവരുടെ കൂടെ നിൽക്കുന്ന ഒരാളാണ് വിദ്യാഭ്യാസം. അദ്ദേഹത്തിനെ കുറിച്ച് എത്ര പറഞ്ഞാലും അതൊരു അടിയപ്പറ്റാവില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഗുരുജനങ്ങളെ, അമ്മമാരെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, സുഹൃത്തുക്കളെ, ഇന്ന് ഭഗവാൻ ശ്രീ സത്യസായി ബാബയുടെ 100ാം ജന്മദിനമാണ്. അതുകൊണ്ട് എന്തായാലും വളരെ സന്തോഷം. നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രിമാര് എത്തിച്ചേരുമെന്നാണ് അറിയിച്ചത്. അവർക്ക് വേണ്ടി കൂടി ഞാൻ ഈ ചടങ്ങിന് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഇവിടെ सर्वमंगलधातारौ पार्वती परमेश्वरौ गणेशस्कंद संयुक्तौ वंदे वांछितसिद्धये. വിശ്വാസമുള്ള വിശിഷ്ട വ്യക്തികളെ, മൂകാംബിക അമ്മ നേരിട്ട്
നേരിട്ട് വന്നിരിക്കുന്നത് പോലെ എൻ്റെ ഇടതുവശിരിക്കുന്ന സുബ്രഹ്മണ്യ എടുക്കുക. എല്ലാ മാസവും ഞങ്ങൾ കാണാറുണ്ട് പരസ്പരം. എല്ലാ മാസവും ഞാൻ മൂകാംബിയെ പോകും. എല്ലാ മാസവും മൂകാംബിയെ പോകുന്ന മാത്രമല്ല കുറച്ച് കഴിഞ്ഞാൽ ഞാൻ അവിടെ തന്നെ ആയിരിക്കും. ഭഗവാൻ സത്യസായി ബാബയുടെ എൻ്റെ 5ാം വയസ്സിൽ നേരിട്ട് ഞാൻ കണ്ടിട്ടുള്ളതാണ്. ഇതുപോലൊരു മഴയുള്ള ദിവസം, മഴ പെയ്യുമ്പോൾ എനിക്കത് ഓർമ്മ വരുന്നത് ശ്രീശൈലം. അവിടെ വന്ന് സ്റ്റേജിലേക്ക് വിളിച്ച 3 പേരിൽ ഒരാൾ ഞാനായിരുന്നു. എന്തുകൊണ്ട് അദ്ദേഹം വിളിച്ചത് എനിക്കറിയില്ല. എന്നിട്ട് അന്ന് പാടി തന്നു. എന്നോട് കൂടെ പാടാമോന്ന് ചോദിച്ചു. അന്ന് ഞാൻ കൂടെ പാടി. അന്ന് പാടിയത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. സുബ്രഹ്മണ്യം സുബ്രഹ്മണ്യം ഷൺമുഖനാഥ സുബ്രഹ്മണ്യം 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 സായിനാഥ ഞാൻ ആദ്യം അവസാനം പാട്ട് കേട്ടപ്പോഴാണ്. അപ്പം ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. ഹര 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 സുബ്രഹ്മണ്യം ശിവ 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 സുബ്രഹ്മണ്യം ഹര ഹര ശിവ ശിവ സുബ്രഹ്മണ്യം ശിവ ശിവ ഹര ഹര സുബ്രഹ്മണ്യം. ഇത് കഴിഞ്ഞ് എൻ്റെ ചെറിയ ലളിതാ സഹസ്രനാമം ജപിക്കണമെന്ന് പറഞ്ഞു. എന്തിനാണ് സുബ്രഹ്മണ്യൻ്റെ പാട്ട് പാടിയിട്ട് ലളിതാ സഹസ്രനാമം ജപിക്കണമെന്ന് പറഞ്ഞത് എനിക്കിപ്പോഴും അറിയില്ല. എനിക്ക് വിഭൂതി തന്നു പറഞ്ഞിട്ട്. നല്ല മഴയായിരുന്നു. അപ്പം ഞാൻ ഈ വേദിയിൽ അദ്ദേഹത്തിൻ്റെ കൂടെ കയറിയിരുന്ന ഒരു പടം പുറത്ത് പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അപകടമാണ്. അതുകൊണ്ട് ഞാൻ നേരെ അപ്പുറത്തോട്ട് പോയി ഭഗവാന്റെ സന്നിധി പോയിരിക്കാനായിട്ടൊരു അവസരമായത് മാറുകയും ചെയ്തു. പക്ഷെ അദ്ദേഹം സനാതന ധർമ്മത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടു. സനാതന ധർമ്മം എന്ന് പറയുന്നത് വളരെയധികം തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടൊരു ഒരു പദപ്രയോഗമായി മാറിക്കഴിഞ്ഞുണ്ട്. സനാതനം എന്ന് പറഞ്ഞാൽ അന്നുമുണ്ട് എന്നുമുണ്ട്. സുയി ജനറിസ് എന്നൊരു വാക്കുണ്ട്. സുയി ജനറിസ്, തന്നെത്താൻ ഉണ്ടായത്, തന്നെത്താൻ നിലനിൽക്കുന്നത്, തന്നെത്താൻ നിലനിർത്തുന്നത്. അതാണ് സനാതന ധർമ്മം. ഈ സനാതന ധർമ്മത്തില് ഇന്ത്യ ഇസ് എ ലാൻഡ് ഓഫ് സ്പിരിച്വൽ ആസ്പിറൻസ് എന്ന് പറയുവാണോ വേണ്ട, പിന്നെ എന്താ പറയാ ഈശ്വര വിശ്വാസമാണോ വേണ്ട, ഒന്നും വേണ്ട. 96 കോടി തവണ നിങ്ങൾ രാമ എന്ന് ഉച്ചരിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ ആ പദ്ധതിക്ക് എത്ര സമയം വേണം, എങ്ങനെയാണെന്നൊന്ന് പരിശോധിച്ച് നോക്കാം. രാമ 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 16 4 സെക്കൻഡ്.
ആദ്യമായിട്ട് ഒരു ലൈബ്രറി സ്റ്റാർട്ട് ചെയ്തു. കാരണം ഇന്നലെ മുതൽ അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചു. അതൊരു റൂമിൽ നമ്മൾ അതിനു വേണ്ടി സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ഭഗവാൻ പറഞ്ഞ വിജ്ഞാനമാണ് ഏറ്റവും വലിയ സമ്പത്തെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു മെമ്പർഷിപ്പ് കാർഡ് ഇവിടെ ശ്രീ കെ കൃഷ്ണൻ അവർക്ക് നൽകിക്കൊണ്ട് തിരുമേനി ഉദ്ഘാടനം ചെയ്തു. ജന്മദിനം പ്രമാണിച്ച് അവയവദാന സമ്മതപത്രം ഇന്നു മുതൽ പൂർത്തീകരിച്ചുകൊണ്ട് ഈ ഇതിൽ ചെയ്യുകയാണ്. കാരണം ഏറ്റവും വലിയ നമ്മുടെ സ്വാമിക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ കാര്യമായിട്ട് ചെയ്തു തന്നത്. ശ്രീ മഹാഗണപതിയെയും ഭഗവാൻ ശ്രീ ഷിർദിസായി ബാബയെയും ഭഗവാൻ ശ്രീ സത്യസായി ബാബയെയും ഒരേ ശ്രീകോവിലിൽ താന്ത്രിക വിധിപ്രകാരം പ്രാണപ്രതിഷ്ഠാ കർമ്മം നിർവഹിക്കപ്പെട്ട ഭാരതത്തിലെ ആദ്യത്തെ സത്യസായി ക്ഷേത്രമാണ് വട്ടിയൂർക്കാവ് ശ്രീ സത്യസായി ക്ഷേത്രം. కనుకనే మీరు ఎక్కడ ఉంటే అక్కడ కూడా స్వామి ఉంటున్నాడు. ఏ కొరతను మీ హృదయాన్ని మీకు జరగవు. కానీ పరిపూర్ణమైన విశ్వాసంతో మీరు పనులు ప్రారంభించండి.
ഇനി നമുക്ക് ഈ പരിപാടിയെക്കുറിച്ച് എന്താ പറയുക എന്ന് പറഞ്ഞാൽ ഭഗവാൻ ഉണർന്നിരുന്നു എന്നുള്ളതാണ് സത്യം. ഭഗവാന്റെ ആ ഒരു ജന്മം ഇന്ന് 100 വർഷം തികയത്. ആ ദിവസം നമ്മൾ ഭഗവാനെ ഉണർത്തി. അതിനപ്പുറം നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യവും ഇല്ല എന്നുള്ളതാണ്. സ്വാമി ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും സ്വാമിയുടെ ഈ ബർത്ത്ഡേ ദിനത്തിൽ അനുഗ്രഹം പൂർണ്ണമായിട്ടുണ്ടാകണേ, അവർക്ക് എല്ലാവർക്കും അത് ഫീൽ ചെയ്യാൻ സാധിക്കണേ എന്നുള്ള ഒറ്റ പ്രാർത്ഥനയോടുകൂടി ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ കോടി പ്രണാമം അർപ്പിച്ചുകൊണ്ട് സായിറാം. ഗംഗണപതയേ നമോ നമഃ, 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 ഓം ഗംഗണപതയേ നമോ നമഃ. ഭഗവാൻ ശ്രീ സത്യസായി ബാബയ്ക്ക് ഞങ്ങളുടെ അനന്തകോടി പ്രണാമം.